ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 7th എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ജിയയും കിമ്മും കിസ് ചെയ്യാൻ പോകുന്നതായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ് കിം വീട്ടിൽ വന്നപ്പോഴാണ് അവന് ഒരുപാട് വിഷമം തോന്നുന്നത്. കാരണം അവൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു അത്, അതും ഒരു റോബോട്ടിനെ വെച്ചാണെന്ന് ഓർത്ത് അവൻ ഒരുപാട് ദുഃഖിതനായിരുന്നു. ജിയയെ നേരെ സയൻറ്റിസ്റ്റ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അപ്പോൾ ജിയ എല്ലാത്തിനും താങ്ക്സ് എന്നെല്ലാം സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്. പക്ഷേ ജിയ വീട്ടിൽ പോകാത്തത് കാരണം അവൾ ഒരു പാർക്കിലേക്കായിരുന്നു വന്നിരുന്നത്. അവിടെ ഇരുന്ന് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം കിമ്മിനെ കിസ് ചെയ്തത് അതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവൾ പിന്നെയും അതെല്ലാം ഓർത്ത് ചിരിക്കുകയാണ്. പക്ഷേ കിമ്മിന് അതെല്ലാം ഓർത്ത് വളരെയധികം സങ്കടമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് വിഷമം സഹിക്കാതെ ആകുമ്പോൾ റോബോട്ടിനെ നല്ല ചീത്ത പറയാനായി കിം അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് റോബോട്ടിനെ വിളിക്കുമ്പോൾ റോബോട്ട് ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇരിക്കുകയാണ്. കിം റോബോട്ടിനെ വിളിക്കുന്ന ശബ്ദമെല്ലാം കേട്ട് അവിടേക്ക് ഓടി വരികയായിരുന്നു ജൂനിയർ സയൻറ്റിസ്റ്റ്. എന്നിട്ട് കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് AJ 3 എന്ന്. അപ്പോൾ കിം പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, അത് നിങ്ങൾ തീർത്തു തരൂ. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ സംശയം എന്താ, ഞാൻ തീർത്തു തരാം, നിങ്ങൾ പറയൂ. കിം പറയുന്നുണ്ട്, റോബോട്ടിന് ഫീലിങ്സ് ഉണ്ടാകുമോ ഒരാളോട്. അതെല്ലാം കേട്ട് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ചിലപ്പോൾ അതും സംഭവിക്കാം, അതിലൊന്നും യാതൊരു ഉറപ്പവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. കിമ്മിൻ്റെ ഡോക്ടറാണെങ്കിൽ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് ഒരു രോഗിയെ കാണാനായിരുന്നു പോയത്. അയാൾക്ക് കിമ്മിൻ്റെ അതേ അസുഖമായിരുന്നു. അയാൾക്കത് മാറാൻ കാരണം അയാളുടെ വൈഫായിരുന്നു. കാരണം അവർ തന്നെയായിരുന്നു നേഴ്സ്. അവരുടെയും 2 പേരുടെയും ഒത്തൊരുമ കാരണമായിരുന്നു അത് മാറുന്നത്. അതെല്ലാം കേട്ട് ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം റോബോട്ടിനെ കൊണ്ട് കിമ്മിൻ്റെ അസുഖമെല്ലാം മാറ്റിക്കാമെന്നായിരുന്നു ഡോക്ടറുടെ ചിന്ത പോകുന്നത്. ജൂനിയർ സയൻറ്റിസ്റ്റിനോട് സയൻറ്റിസ്റ്റ് വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ജിയയെ ഇഷ്ടമാണോ എന്ന് സംശയമുണ്ട്. കാരണം കിമ്മിൻ്റെ കൂടെയുള്ള ടൈമെല്ലാം എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. ജിയ അവൻ്റെ കൂടെ പോകുന്നതൊന്നും എനിക്കിഷ്ടമില്ല. പഴയ ഇഷ്ടം എനിക്ക് അവളോട് തിരിച്ചു വന്നു എന്ന് സംശയമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ജൂനിയർ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് ബ്രേക്കപ്പ് ആയതെന്ന് നിങ്ങൾ 2 പേരും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് അത് കണ്ടെത്ത്. എന്നാലേ പിന്നെയും നിങ്ങൾ റിലേഷനിലായാൽ ബ്രേക്കപ്പ് ആവാണ്ടിരിക്കൂ എന്നെല്ലാം പറയുന്നത് കേട്ട് സയൻറ്റിസ്റ്റ് വിചാരിക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണ്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നെല്ലാം സയൻറ്റിസ്റ്റ് വിചാരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കിമ്മിൻ്റെ അടുത്തേക്ക് റോബോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ കിം റോബോട്ടിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുമ്പോൾ നിനക്ക് വേറെ ഒരു സ്വഭാവമാണ്. ഞാൻ നിന്നെ ലബോറട്ടറിയിൽ പോയി കാണുമ്പോൾ നിനക്ക് വേറെ ഒരു സ്വഭാവമാണ്. ആകെപ്പാടെ നിൻ്റെതിൽ എനിക്കെല്ലാം സംശയം തോന്നുന്നുണ്ട് എന്നെല്ലാം കിം ജിയയോട് പറയുന്നുണ്ട്. ജിയ കിസ് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കിം അവൾക്ക് ഒരുപാട് പണിയെല്ലാം കൊടുക്കുന്നുണ്ട്. അവൾ കഷ്ടപ്പെട്ടു വിട്ടെ എന്നായിരുന്നു കിമ്മിൻ്റെ വിചാരം. പക്ഷേ ജിയ ഇങ്ങനെയെല്ലാം കഷ്ടപ്പെടുന്നതായിരുന്നു സയൻറ്റിസ്റ്റ് നേരെ വന്ന് കാണുന്നത്. അങ്ങനെ സയൻറ്റിസ്റ്റിന് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം സയൻറ്റിസ്റ്റിന് ജിയയെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. അതെല്ലാം കണ്ട് സയൻറ്റിസ്റ്റിന് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. സയൻറ്റിസ്റ്റ് നേരെ കിമ്മിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്, എൻ്റെ റോബോട്ടിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്നെല്ലാം കിമ്മിനോട് ചോദിക്കുമ്പോൾ കിം സയൻറ്റിസ്റ്റിനോട് പറയുന്നത്, അതൊരു റോബോട്ടാണ്, അതിന് വേണ്ടിയ പണികളെല്ലാം അതെടുക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും അതൊന്നും കേൾക്കാൻ സയൻറ്റിസ്റ്റ് തയ്യാറല്ലായിരുന്നു. സയൻറ്റിസ്റ്റ് അവനോടിട്ട് ചൂടാവുകയായിരുന്നു. അപ്പോൾ കിം പറയുന്നത്, ഞാൻ നിങ്ങളോട് ചൂടാൻ വേണ്ടിയല്ല ഇവിടേക്ക് വിളിച്ചത്, നിങ്ങളുടെ സാന്റാ മരിയ ടീമിനൊരു കമ്പനിയെല്ലാം സ്റ്റാർട്ടാകാൻ വേണ്ടിയുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനാ പറയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് എന്നെല്ലാം പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റിന് പുതിയ ഓഫീസെല്ലാം കിട്ടിയതിനാൽ സയൻറ്റിസ്റ്റും കൂട്ടരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അങ്ങനെ സയൻറ്റിസ്റ്റ് എല്ലാവർക്കുമായി നല്ലൊരു പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ കിമ്മും വന്നിരുന്നു. കിം വളരെയധികം സങ്കടത്തിനായി അവൻ ഒരുപാട് ഡ്രിങ്ക്സ് എല്ലാം അടിക്കുന്നുണ്ട്.
അങ്ങനെ കിം വളരെ സങ്കടത്തിൽ ഡ്രിങ്ക്സ് എല്ലാം കുടിക്കുന്നത് കാണുന്ന ജിയ വേഗം എഴുന്നേറ്റ് പോയി അവനെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് വിഷമത്തിൽ പിന്നെ അവിടെ ജിയെ കണ്ട് ദേഷ്യത്തിലും കിം പറയുന്നുണ്ട്, റോബോട്ട് എന്നെ കിസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. പിന്നെ റോബോട്ടിനെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമില്ല. പിന്നെ അതൊരു പെണ്ണായിരുന്നുവെങ്കിൽ ഞാൻ ആശിച്ചു പോകുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അവൻ. സങ്കടത്തോടെയാണ് ഇതെല്ലാം അവൻ പറയുന്നത്. ഇതെല്ലാം കണ്ട് ജിയ അവനെ വളരെയധികം സങ്കടത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ബോധമില്ലാതെ അവിടെ വീട് കെടുക്കുന്ന കിമ്മിനെ നോക്കി ജിയ പറയുന്നുണ്ട്, എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമാണ്. നീ പറഞ്ഞില്ലേ ഞാനൊരു റോബോട്ടല്ല, മറിച്ച് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണ്. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നീ ഞാൻ റോബോട്ടാണെന്ന് കരുതിയല്ലേ എന്നോട് കിസ് ചെയ്തതിൽ വെറുപ്പ് കാണിക്കുന്നത് എന്നെല്ലാം ജിയ പറയുന്നുണ്ട്. ഞാനൊരു റോബോട്ടല്ല, തികച്ചും മനുഷ്യൻ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ജിയ പറയുമ്പോഴും കിമ്മിന് യാതൊരു ബോധവുമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. ഇതെല്ലാമാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 7th എപ്പിസോഡിലുള്ളത്.